വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കുറേ നാളായിട്ട് നമ്മുടെ വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കാച്ചിമോറിൻ്റെ റെസിപ്പി. കാച്ചിമോർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം നല്ല തൈര് വേണം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 1/2 ലിറ്റർ തൈരാണ്. ഇത് ആദ്യം ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ വയർ-വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. തൈര് നന്നായിട്ട് ഉടച്ച് മാറ്റി വെക്കാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് കുറച്ച് തേങ്ങ അരയ്ക്കാനായിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഞാനെപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങ അരച്ചിട്ടാണ് കാച്ചിമോർ ഉണ്ടാക്കുക. മെയിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ തേങ്ങ, ഗ്രേറ്റഡ് കുക്കറിഡ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 2 വെളുത്തുള്ളി, 1 കഷ്ണം ചുവന്നുള്ളി, 2 പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് അരയ്ക്കാൻ ഇച്ചിരി പ്രയാസമാവും, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തു. ഇത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്കൊരു കടായി ഹീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഒരു 7 ചെറിയ കഷ്ണം ഉലുവായും കൂടെ. കടുക് പൊട്ടിത്തുടങ്ങി. മുളക് 2-3 മുളക് കീറി ഇടുക. കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് വെളുത്തുള്ളി ഒരു 4 അല്ലി സ്ലൈസ് ചെയ്തത്, ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിനൊപ്പം തന്നെ ചുവന്നുള്ളി ഒരു 4 എണ്ണം സ്ലൈസ് ചെയ്തത്. എന്നിട്ട് ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ മുപ്പിച്ചെടുക്കാം. ഇതെല്ലാം ബ്രൗൺ കളറായി, ലൈറ്റ് ബ്രൗൺ, ഗോൾഡൻ ബ്രൗൺ കളറായി. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സർ ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് തേങ്ങ 2 ടേബിൾ സ്പൂൺ, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇത്ര സാധനങ്ങൾ നമ്മൾ അരച്ചെടുത്ത്. ഇത് ആ പച്ചമണം മാറുന്ന വരെ, നമ്മൾ അരയ്ക്കാൻ നേരത്ത് വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതാ പരുവ. ഓക്കെ, എണ്ണ തെളിഞ്ഞു. നല്ല അരപ്പൊക്കെ മൂത്തൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ചില്ലി പൗഡർ, ഞാൻ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, 1/2 ടീസ്പൂൺ. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്യാം. അപ്പോൾ കാശ്മീർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തൈര് ഇട്ട് കഴിയുമ്പോൾ പിരിഞ്ഞു പോകില്ല. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓവർ കുക്ക് ചെയ്യാനും പാടില്ല. ഇനി അടുത്ത് നമ്മൾ അതിനകത്തേക്ക് തൈര് ഒഴിക്കാനായിട്ട് പോവുകയാണ്. തൈര് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തു. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ട് തന്നെ തൈര് കൂടെ ആഡ് ചെയ്യാം. ഉടച്ചു വെച്ചേക്കുന്ന തൈര് 1/2 ലിറ്റർ തൈര് എടുത്തേക്കുന്നത്.
ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് നമ്മൾ ടുവേർഡ്സ് എൻഡ് എടുത്തുള്ളൂ. ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. എത്ര തിക്നെസ് നമുക്ക് വേണോ അതിനനുസരിച്ച് വെള്ളം കൂടുതൽ ആഡ് ചെയ്യാം. കാശ്മീർ ഉണ്ടാക്കുമ്പോൾ ആവി പറക്കുന്ന കണക്ക് നമ്മളിങ്ങനെ ഇടയ്ക്ക് സ്പൂണിൽ നോക്കുമ്പോൾ ആവി പറക്കുന്ന കാണണം. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ മോരിൻ്റെ പരുവായിട്ടുണ്ടാവും. ആ സമയത്ത് ഓഫ് ചെയ്യുക. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് കേടുണ്ടാവും. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. തീ കുറച്ച് വെക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കുക. ചെറിയ തീയിൽ വേണം കിടന്ന് കാച്ചിയെടുക്കാനായിട്ട്. കാശ്മീർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 2-3 നന്നായിട്ടിരിക്കും. കണ്ട ആവി പറക്കാൻ തുടങ്ങി. ഇതാണ് സ്റ്റേജ്. സ്പൂണിലേക്ക് നോക്കിയാൽ മതി. ഇതൊക്കെ എടുത്തു കഴിയുമ്പോൾ സ്പൂണിലേക്ക് നോക്കുക. ആവി പറക്കുന്ന സ്റ്റേജ് വന്നാൽ അപ്പോൾ ഓഫ് ചെയ്യുക. ഒട്ടും നേരം കൂടുതൽ വെക്കാൻ പാടില്ല. ഇനി അതെങ്കിൽ ലാസ്റ്റ് 2 നുള്ള് ഉലുവാപ്പൊടിയും 1 നുള്ള് കായം പൊടിയും ചേർക്കും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത്രയേ ഉള്ളൂ. കാശ്മീരിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഇതിനി കൂളായ ശേഷം നമുക്ക് ഒരു ജഗ്ഗിലേക്ക് മാറ്റാം. കാശ്മീർ വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 2 രീതിയിലുണ്ടാക്കാം. തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കാം, തേങ്ങ അരച്ചും ഉണ്ടാക്കാം. തേങ്ങ അരച്ചുണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ഒരു കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ അരച്ച് ചേർക്കുന്നത്. ഇത് കുറച്ച് ദിവസം ഇരിക്കും. ഒരു 2 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. പുറത്താണെങ്കിൽ 2-3 ദിവസമൊക്കെ ഇരിക്കും. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.